പാലക്കാട് 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ആ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഹാജരാകാൻ കുടുംബത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഷംന അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത്. ഷംന, അപ്പോൾ ആ സംഭവത്തിൽ സർക്കാർ നടപടി ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മൊഴി രേഖപ്പെടുത്താനായിട്ടാണ് ഈ വിദഗ്ധ സംഘം വരുന്നത്. ആരൊക്കെയാണ് ഈ സംഘത്തിൽ ഉണ്ടാവുക? സംഘത്തിൽ ആരൊക്കെയോ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. കാരണം സർക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കുടുംബം വീണ്ടും ഒരു ആരോപണവുമായി രംഗത്തെത്തിയത്. അതായത് ഈ ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണത്തിൽ ഉണ്ടായ ഒരു പുരോഗതി പിന്നീട് ഉണ്ടാകുന്നില്ല, സർക്കാർ മനഃപൂർവ്വമായി അവഗണിക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി കുടുംബം കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ സെപ്റ്റംബർ 25-നാണ് ഈ 9 വയസ്സുകാരി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വീണ് കൈ ഒടിയുന്നത്. അതിനുശേഷം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. 5 ദിവസങ്ങൾക്ക് ഇപ്പുറം സെപ്റ്റംബർ 30-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത്. അന്ന് തന്നെ ഈ കുടുംബം ഗുരുതര ആരോപണങ്ങളാണ് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് നേരെ ഉയർത്തിയത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ കൈ ഒടിഞ്ഞ് ചെന്ന ഘട്ടത്തിൽ കുട്ടിയുടെ കൈക്ക് വേദന ഉണ്ടായിട്ട് പോലും മതിയായ ചികിത്സ ജില്ലാ ആശുപത്രി അധികൃതർ നൽകിയില്ല. കുട്ടിയുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിൽ നിന്ന് രക്തം ഒലിച്ചിട്ട് പോലും അതിന് കൃത്യമായി ട്രീറ്റ്മെന്റ് നൽകിയില്ല. തുടർന്ന് ഈ വീണ്ടും വേദന അസഹനീയമാണെന്ന് പറഞ്ഞ് കുടുംബം രംഗത്തെത്തിയപ്പോഴൊന്നും അത് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതാണ് എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ് ഉണ്ടായത്. തുടങ്ങി നിരവധി ആരോപണങ്ങളുമായി കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റാൻ ഇടയായത് ജില്ലാ ആശുപത്രിയുടെ ചികിത്സാ പിഴവെന്ന് തന്നെ എന്ന് ഉറച്ചു നിന്ന് ആ ആരോപണത്തിൽ ഉറച്ചു നിന്നായിരുന്നു കുടുംബം രംഗത്തെത്തിയിരുന്നത്. തുടർന്ന് DMO തലത്തിൽ ഒരു അന്വേഷണം നടക്കുകയും അന്ന് കുട്ടിയെ ചികിത്സിച്ച 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ആ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ട ധനസഹായം പോലും ഈ അടുത്താണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതന്ന് പ്രതിപക്ഷ നേതാവ് ധനസഹായം പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൂടി ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അത്രയധികം ഈ നിരന്തരമായി ഈ കുടുംബം ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സർക്കാർ തലത്തിൽ ഒരു അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് കുടുംബം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി അധികൃതർ സമർപ്പിച്ച ഒരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്ന വിശദാംശങ്ങൾ ഈ ജില്ലാ ആശുപത്രിയുടെ ചികിത്സാ പിഴവിൽ കുടുംബം മൊഴി നൽകാൻ എത്തണമെന്നാണ്. അതായത് ഇതുവരെ പറഞ്ഞിരുന്നത്, ജില്ലാ ആശുപത്രി പറഞ്ഞിരുന്നത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായിട്ടില്ല, മറിച്ച് അത് കുടുംബത്തിന്റെ ആരോപണം മാത്രമാണ്, പരാതി മാത്രമാണെന്നാണ്. എന്നാൽ ഈ കത്തിൽ ആ പരാതി എന്ന വാക്കില്ല, മറിച്ച് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുള്ള ചികിത്സാ പിഴവിൽ കുടുംബം ഹാജരാകണം എന്ന് തന്നെ പറയുന്നു. അതായത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായി എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടി ഈ കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം 10 മണിയോടുകൂടി തന്നെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ. നേരത്തെ സസ്പെൻഷനിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ കാര്യത്തിലടക്കം തുടർ നടപടികൾ അതിനുശേഷം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിൻ, അതാണ് ഇന്ന് സംഘം മൊഴിയെടുക്കാൻ എത്തുന്നു പാലക്കാട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ആയുഷത്തിൽ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.